ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നോമ്പിനുണ്ടാക്കുന്ന തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അരമുറി തേങ്ങയുടെ 2 പാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത് 2 കപ്പ് അളവുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്നത് വറുത്തിട്ടുള്ള റവയാണ്. വറുക്കാത്ത റവയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് നെയ്യിൽ വറുത്ത ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് കട്ടകളില്ലാതെ ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഇളക്കി കുറുക്കിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ റവ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം 1 പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് അളവുണ്ട് 1 പാൽ. അരമുറി തേങ്ങയുടെ 1 പാലാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി മധുരം ആവശ്യമെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. തരി കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചിയത്, റവക്കഞ്ഞി എന്നൊക്കെ പേരുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ്. റമദാനിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണിത്. നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണിത്. ഇതിപ്പോൾ നന്നായി കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി തിക്ക് കൺസിസ്റ്റൻസിയാണ് ആവശ്യമെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വളരെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് തേങ്ങാപ്പാലിലും പശുവിൻ പാലിലും ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് റെഡിയായ ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടി അല്പം നെയ്യൊന്ന് ഒരു പാനിലിട്ട് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ചെറിയുള്ളി ചെറുതായൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ചെറിയുള്ളി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും റെസിൻസും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തരിക്കഞ്ഞിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും തരിക്കഞ്ഞിക്ക്. ഈ തരിക്കഞ്ഞി ഇരിക്കുന്തോറും കുറുകി വരും കേട്ടോ. കുറച്ചുകൂടി കുറുകിയാണ് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് തരിക്കഞ്ഞി വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ തരിക്കഞ്ഞി ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നോമ്പിനും അല്ലാത്തപ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.